കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ വളരെ അപൂർവമായൊരു ശസ്ത്രക്രിയ നടന്നു. 15-കാരിയുടെ ആമാശയത്തിൽ നിന്ന് 2 കിലോ മുടിക്കെട്ടാണ് ഈ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മുഹമ്മദ് ഷംസീർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ വളരെ അപൂർവമായ ഒരു ശസ്ത്രക്രിയ നടന്നു. 10ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ നിന്ന് ഈ കാണുന്ന 2 കിലോ തൂക്കമുള്ള മുടിക്കെട്ട് കണ്ടെത്തുകയുണ്ടായി. 30 സെൻറ്റിമീറ്റർ നീളത്തിൽ 2 കിലോ തൂക്കമുള്ള മുടിക്കെട്ട്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ കേസിൽ ഉണ്ടായത്, എങ്ങനെയാണ് ഈ മുടിക്കെട്ട് വയറ്റിലെത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഈ പെൺകുട്ടി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ ഒ പിയിലേക്ക് എത്തുന്നത്. പാലക്കാട് ജില്ലയിലുള്ള കുട്ടിയാണ്, വിദ്യാർത്ഥിനിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ വയറിൽ ഒരു വലിയ മുഴയുമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ആ എൻഡോസ്കോപ്പിയിലൂടെയാണ് നമ്മൾ കൺഫേം ചെയ്ത് ട്രൈക്കോബിസെയർ, അതായത് ഈ മുടിക്കെട്ട് വയറിലുള്ള രൂപം കൊണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം തുടർന്ന് അതിനോടൊപ്പം കുട്ടിക്ക് ഭയങ്കരമായ ക്ഷീണവും അനീമിയ, അതായത് വിളർച്ച ബാധിച്ചിട്ട് ക്ഷീണവും തളർച്ചയും വളർച്ചക്കുറവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി പോകുമായിരിക്കും. മറ്റ് അസ്വസ്ഥതകളൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഇത് കുറേ കൂടെ കഴിഞ്ഞു, കാരണം ഇത് ആമാശയം വിട്ട് ചെറുകുടലിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. ചെറുകുടലിലേക്ക് ഇറക്കുന്ന ആ ചെറിയ പീസ് കാണുന്നതാണ്, ചെറുകുടലിലേക്കുള്ള ഇറക്കി കിടക്കുന്ന പീസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും കൂടെ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ 15 വയസ്സ് മാത്രമാണ് വിദ്യാർത്ഥിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും തൂക്കത്തിലുള്ള മുടിക്കെട്ട് എങ്ങനെ വയറ്റിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതെങ്ങനെ കഴിച്ചതാണോ? അതെ, അതായത് സാധാരണഗതിയിൽ പെൺകുട്ടികളിലാണ് ഇത് കാണാൻ സാധ്യതയുള്ളത്. അതായത് അമിതമായ സമ്മർദ്ദത്തിനടിമപ്പെടുന്ന അല്ലെങ്കിൽ ആകാംക്ഷയുള്ള കുട്ടികൾ, ഒന്നുകിൽ പഠനത്തിൽ തന്നെ വൈകല്യം വരികയോ അല്ലെങ്കിൽ പഠിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് ടെൻഷൻ കൂടി, അല്ലെങ്കിൽ വീട്ടിൽ കൂടുതൽ സമ്മർദ്ദത്തിൽ അകപ്പെട്ട് അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളുടെ സാധാരണയിൽ ചിലപ്പോൾ ഇത് കാണാം. പിന്നെ സൈക്യാട്രിക്, അതായത് മാനസിക രോഗികളുള്ള ആൾക്കാർക്കും ഇതുപോലെ കാണാറുണ്ട്. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പലതവണ ചോദിച്ചതിന് ശേഷം മാത്രമാണ് പറയുന്നത് ഈ കുട്ടി ഇങ്ങനെ മുടിയെടുത്തിട്ട് കയ്യിലിങ്ങനെ കറക്കി ചുരുട്ടിയെടുത്തിട്ട് വായിൽ വയ്ക്കാറുണ്ട്, കടിക്കാറുണ്ട്. അപ്പോൾ അമ്മ പറയുന്നു ഇങ്ങനെ വായിൽ കടിച്ചു പിടിക്കാറുണ്ട്, അപ്പം കഴിക്കുമായിരിക്കാം. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് പിന്നീട് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് ഇങ്ങനെ വിരൽ ചുറ്റിയിട്ട് അതിങ്ങനെ എടുത്ത് വിഴുങ്ങുമായിരുന്നു പറയുന്നു. ഇങ്ങനെ മുടി കഴിക്കുന്ന സ്വഭാവമുള്ള കുട്ടികൾ അതിനൊരു പെർസെൻറ്റേജ് എങ്ങനെയാണ്? വളരെ അപൂർവമായിരിക്കുന്നതാണ് തോന്നുന്നത്. വളരെ അപൂർവമായിട്ട് വരത്തുള്ളൂ, വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഒരു <5% അങ്ങനെയുള്ള കുട്ടികളെ കാണാൻ സാധ്യതയുള്ളൂ. ഇത് വളരെ അപൂർവമായിട്ട്, കാരണം എൻ്റെ സർവീസിനിടയിൽ ഞാൻ ആദ്യമായി കാണുകയാണ്. സർജറിക്ക് ശേഷം വിദ്യാർത്ഥിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? വളരെ നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ കുട്ടി കുഴപ്പമില്ല, വാർഡിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. വളരെ അപൂർവമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് എങ്കിൽ കൂടി ചില വിദ്യാർത്ഥികളിലൊക്കെ ഈ തരത്തിലുള്ള ശീലങ്ങൾ കാണുന്നുണ്ടെന്ന് പറയുന്നു. വളരെ അപകടകരമായ കാര്യമാണ്. അങ്ങനെയുള്ളവർ അത് മാറ്റണമെന്നു കൂടിയാണ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത്. ക്യാമറ പേഴ്സൺ നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.